NSSനും SNDP യോഗത്തിനും പുറമെ രമേശ് ചെന്നിത്തലയ്ക്ക് ലീഗ് അനുകൂല സമസ്തയുടെയും പിന്തുണ. പ്രതിപക്ഷ നേതാവ് VD സതീഷിനെ ഒഴിവാക്കി ലീഗ് നിയന്ത്രിത പട്ടിക്കാട് ജാമിഅ നൂരിയ വാർഷിക സന്നദ്ധാന സമ്മേളനം. ലീഗ് വിരുദ്ധ സുന്നി നേതാക്കൾക്കും പട്ടിക്കാട് സമ്മേളനത്തിൽ അപ്രഖ്യാപിത വിലക്ക്. സമസ്ത അണികളിൽ പ്രതിഷേധം പുകയുന്നു. രമേശ് ചെന്നിത്തലയുടെയും VD സതീഷിന്റെയും രാഷ്ട്രീയ വടമലികൾക്കിടയിൽ ചെന്നിത്തലയ്ക്ക് സാമുദായിക പിൻബലവുമായി മുസ്ലിം ലീഗ് അനുകൂല സുന്നി സംഘടന EK വിഭാഗം സമസ്തയാണ് രമേശ് ചെന്നിത്തലയ്ക്ക് എല്ലാവിധ പിന്തുണയുമേകി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. NSSന്റെയും SNDP യോഗത്തിന്റെയും പിന്തുണ ഇതിനു മുമ്പ് തന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് ലഭിച്ചിരുന്നു. അതേസമയം ഇരു പ്രബല സാമുദായിക നേതാക്കളും പ്രതിപക്ഷ നേതാവ് VD സതീഷിനെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിരുന്നു. EK വിഭാഗം സമസ്തയുടെ സുപ്രധാന സ്ഥാപനമാണ് പട്ടിക്കാട് ജാമിഅ നൂരിയ. മുസ്ലിം ലീഗ് നേതൃത്വത്തിനാണ് ഇവിടെ അധികാര ശക്തിയുള്ളത്. ജനുവരി 1-ാം തീയതി മുതൽ 5 വരെയാണ് വിപുലമായ രീതിയിൽ സന്നദ്ധാന മഹാസമ്മേളനം ഇവിടെ നടക്കുന്നത്. ഈ സമ്മേളനത്തിലെ ഒരു സെഷന്റെ ഉദ്ഘാടകനായും ലീഗ് നേതൃത്വം രമേശ് ചെന്നിത്തലയെ നിശ്ചയിച്ചു കഴിഞ്ഞു. ജനുവരി 4-ന് ലീഗ് നേതാവ് ഡോക്ടർ MK മുനീർ അധ്യക്ഷനാകുന്ന സെഷനാണ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യുന്നത്. കഴിഞ്ഞ വർഷത്തെ ജാമിഅ നൂരിയ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ VD സതീഷിനും പരിപാടിയിൽ പങ്കുചേരാൻ അവസരം നൽകിയിരുന്നു. എന്നാൽ ഇക്കുറി സതീഷിനെ ക്ഷണിച്ചില്ലെന്ന് മാത്രമല്ല, രമേശ് ചെന്നിത്തലയ്ക്ക് സമ്മേളനത്തിൽ മുഖ്യസ്ഥാനം നൽകുകയും ചെയ്തു. ഇത് VD സതീഷിനെ ഒതുക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്നതും വ്യക്തം. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് പട്ടിക്കാട് ജാമിഅ നൂരിയയുടെയും അധ്യക്ഷൻ. അതുകൊണ്ട് തന്നെ ചെന്നിത്തലയെ സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചത് മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ താൽപര്യം അറിഞ്ഞു തന്നെയാണെന്നതും വ്യക്തം. പ്രതിപക്ഷ നേതാവ് VD സതീഷിനെ തടഞ്ഞ് വിവിധ സാമുദായിക നേതാക്കൾ രമേശ് ചെന്നിത്തലയ്ക്ക് പിന്തുണയേകിക്കൊണ്ടിരിക്കുമ്പോഴാണ് മുസ്ലിം ലീഗും ഈ വിധ നീക്കങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഈ വിധം നീക്കങ്ങളെ അത്യധികം പ്രാധാന്യത്തോടെയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത്. അതേസമയം സമസ്തയ്ക്കുള്ളിലെ ലീഗ് അനുകൂല നേതാക്കളും എതിർക്കുന്നവരും തമ്മിലുള്ള തർക്കങ്ങൾ രൂക്ഷമാകാനും പട്ടിക്കാട് സമ്മേളനം വഴിയൊരുക്കിയിട്ടുണ്ട്. മുസ്ലിം ലീഗ് നേതൃത്വത്തിനെതിരെ വിമർശനമുയർത്തിയ സുന്നി നേതാക്കളെ പട്ടിക്കാട് ജാമിഅ നൂരിയ വാർഷിക സന്നദ്ധാന സമ്മേളനത്തിൽ നിന്നും ആസൂത്രിതമായി ഒഴിവാക്കിയിരിക്കുകയാണ്. എന്നാൽ മഹാസമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുക്കത്തെയും മറ്റ് യുവജന നേതാക്കളെയും മാറ്റി നിർത്തിയിരിക്കുന്നതിൽ ഒരു ന്യായവും നിരത്താൻ സംഘാടകർക്ക് കഴിയുന്നുമില്ല. ഇതിനു പിന്നിൽ മുസ്ലിം ലീഗ് നേതൃത്വമാണെന്ന ആരോപണം ശക്തമായി ഉയർന്നിട്ടുണ്ട്. EK വിഭാഗം സുന്നി സംഘടനയുടേതാണ് ജാമിഅ നൂരിയ എങ്കിലും നിയന്ത്രണാധികാരവും സ്വാധീനവും മുസ്ലിം ലീഗ് നേതൃത്വത്തിന് തന്നെയാണ്. സമസ്തയുടെ സംഘാടന പ്രവർത്തനങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒട്ടേറെ പ്രമുഖ നേതാക്കളെയാണ് ലീഗ് നേതൃത്വം ഇടപെട്ട് തമസ്കരിച്ചിരിക്കുന്നത്. അതേസമയം ലീഗ് അനുകൂല വാദഗതികൾ ഉയർത്തിപ്പിടിക്കുന്ന സുന്നി നേതാക്കൾക്കാകട്ടെ സമ്മേളനത്തിൽ ഇടം നൽകിയിട്ടുമുണ്ട്. പ്രമുഖ യുവജന നേതാക്കളായ ഹമീദ് ഫൈസി അമ്പലക്കടവ്, സത്താർ പന്തല്ലൂർ എന്നിവരെയും സമസ്ത മുഖപത്രം സുപ്രഭാതത്തിന്റെ ചുമതല വഹിക്കുന്ന മുസ്തഫ മുണ്ടുപാറ തുടങ്ങിയ നേതാക്കളെയുമാണ് ബോധപൂർവം മാറ്റി നിർത്തിയിരിക്കുന്നത്. അതേസമയം ലീഗ് അനുഭാവികളായ നേതാക്കൾ പ്രധാന വിഷയങ്ങൾ അവതരിപ്പിച്ച് സംസാരിക്കുന്നുമുണ്ട്. നാസർ ഫൈസി കൂടത്തായി, സമദ് പൂക്കോട്ടൂർ, KA റഹ്മാൻ ഫൈസി തുടങ്ങിയ ലീഗ് അനുഭാവികളായ സുന്നി നേതാക്കൾക്കാണ് പ്രഭാഷണം നടത്താൻ സംഘാടകർ അവസരം ഒരുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ പട്ടിക്കാട് സമ്മേളനത്തിൽ നിന്നും ലീഗ് നേതൃത്വത്തിന് അസംതൃപ്തിയുള്ള സുന്നി നേതാക്കളെ മാറ്റി നിർത്തിയത് വലിയ വിവാദമായിരുന്നു. ഈ വിധത്തിൽ ഒട്ടനവധി SKSSF, SYS നേതാക്കളാണ് മുസ്ലിം ലീഗിന്റെ അസംതൃപ്തി മൂലം വെട്ടിനിരത്തലിന് ഇരയായത്. ഇത്തവണയും അരങ്ങേറിയത് ആ വിധത്തിലുള്ള പകവീട്ടലുകൾ തന്നെയാണ്. മുസ്ലിം ലീഗും CICയും തമ്മിലുള്ള ബന്ധങ്ങളിലെ പൊരുത്തക്കേടുകളിലും മുനമ്പം വിഷയത്തിലും ക്രിസ്മസ് ആഘോഷത്തിലുമെല്ലാം ലീഗ് അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നിലപാടുകളെ വിമർശിച്ചിരുന്ന സമസ്ത നേതാക്കളെയാണ് അത്യധികം പ്രാധാന്യമേറിയ ഒരു സമ്മേളനത്തിൽ നിന്നും ആസൂത്രിതമായി ഒഴിവാക്കിയിരിക്കുന്നത്. BJPയിൽ നിന്നും കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർക്കും സമ്മേളനത്തിൽ ക്ഷണമുണ്ട്. എന്നിട്ടും സ്വന്തം സംഘടനയിലെ പ്രമുഖ നേതാക്കളെ ബോധപൂർവം അവഗണിച്ചതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് സമസ്ത അണികൾക്കിടയിൽ ഇപ്പോൾ ഇരമ്പിക്കൊണ്ടിരിക്കുന്നത്.